എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തിരൂരങ്ങാടി നഗരസഭയിലെ ഡിവിഷൻ 15-ലാണ്. ഈ ഡിവിഷൻ 15-ൽ ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശക്തമായ മത്സരമാണ് ഇപ്രാവശ്യം നടക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ട് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി UDF സ്ഥാനാർത്ഥി MP മുസ്തഫയാണ്. MP മുസ്തഫ എന്ന കുഞ്ഞാപ്പൂവിനെ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം CMPൻ്റെ സ്ഥാനാർത്ഥിയാണ്. UDF CMPക്ക് കൊടുത്ത സീറ്റാണിത്. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി MP മുസ്തഫ എന്ന കുഞ്ഞാപ്പുവാണ്. അതോടൊപ്പം നമ്മളെ LDFൻ്റെ സ്ഥാനാർത്ഥി കൂടെ ഉണ്ടാവും കൂടെപ്പുറപ്പിനെ പോലെ ഉറപ്പുള്ള വികസനത്തിന് കരുത്തുറ്റ യുവത്വം എന്ന് പറഞ്ഞ് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ഡിവിഷൻ 15 LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പറമ്പിൽ നിസാറാണ്. പറമ്പിൽ നിസാർ എന്ന ഇള്ളുവിന് വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി ഇദ്ദേഹമാണ്. പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥി, ഇവിടെയാണ് ടെസ്റ്റ് കിടക്കുന്നത്. അതായത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി 15-ാം ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൽ നാസർ CPക്ക് കാർ അടയാളത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ മത്സരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ടെസ്റ്റായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണ്. ഇവിടുത്തെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്രനായി നിൽക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ CMPക്ക് സീറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് ഇദ്ദേഹം, മുസ്ലിം ലീഗുകാരനായ ഇദ്ദേഹം ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ കടുത്ത മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ട് ഇവിടെ, PK വേലായുധൻ, BJPയുടെ സ്ഥാനാർത്ഥി PK വേലായുധൻ, അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചതുഷ്കോണ മത്സരമാണ്. ഈ ചതുഷ്കോണ മത്സരത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്ന കാര്യമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പല ആളുകളോടും ചോദിക്കുമ്പോൾ ഈ സ്വതന്ത്രൻ, ഇപ്പോൾ മുസ്ലിം ലീഗുകാരനായ ഈ സ്വതന്ത്രൻ ഈ അബ്ദുൽ നാസർ CP അദ്ദേഹത്തെ ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ മുസ്തഫ എന്ന കുഞ്ഞാപ്പു, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. നമുക്ക് എന്താണെന്ന് കാര്യങ്ങൾ അറിയില്ല, നമുക്കത് പറയാനും കഴിയില്ല. കാരണം അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് മറ്റേ ഈ CMPക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് CMPക്ക് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. നമ്മൾ ചില നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ തിരൂരങ്ങാടി നഗരസഭയിലെ ഡിവിഷൻ 15-ൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വാർഡ് എല്ലാവരും ഒന്ന് ഉറ്റുനോക്കുക. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത്രക്കും കനത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.